Hello dears, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് ദുബായ് സ്റ്റുഡിയോ സിറ്റിയിലുള്ള സ്റ്റുഡിയോ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീം ബേസ്ഡ് ഹോട്ടലിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഹോട്ടൽസിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ഒരു തീം ബേസ്ഡ് ആയിട്ടാണ്. ഇത് സ്റ്റുഡിയോ സിറ്റിയിൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഫിലിം സ്റ്റുഡിയോസിനകത്തൊക്കെ കാണുന്ന കുറേ കാര്യങ്ങളെയൊക്കെ സിംബലൈസ് ചെയ്യുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ഉള്ളത്. ഇത് ഈ ഒരു വാഷ്റൂമിൽ കൊടുത്തേക്കുന്ന ടൈൽസിലെല്ലാം പല കളേഴ്സ് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫിലിം റീലില്ലേ, അതിലുള്ളത് കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ആണല്ലോ. അതാണ് ഇതിൻ്റെ ഒരു സിംബൽ എന്ന് പറയുന്നത്. ഒരുപാട് കളേഴ്സിൻ്റെ ഒരു മിക്സ് അല്ലേ നമ്മൾ ഈ കാണുന്ന ഫിലിം റീൽസിൽ കൂടി ഫിലിമായിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ പല ആർട്ടിസ്റ്റിൻ്റെ പിക്ചേഴ്സാണ് പല റൂംസിലും വെച്ചിട്ടുള്ളത്. ഓരോ റൂമിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ബേർഡിനെ കൊടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ആ ബേർഡിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ഈ ഡോറിൽ ഇങ്ങനെ നോക്ക് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ റൂമിൻ്റെ ഒക്കെ വെളിയിൽ ഓൺ എയർ എന്നാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഈ റൂം ഓപ്പൺ ആക്കി അകത്തേക്ക് കയറി കഴിയുമ്പം ഈ ഓൺ എയറിൻ്റെ ലൈറ്റ് ഓൺ ആവും. ഡോർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ അകത്തും നോക്കിയാൽ ഇവിടെ നിന്നൊരു എക്സിറ്റിൻ്റെ ഡോർ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ മുകളിൽ നോ എക്സിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ ഹോട്ടൽസിൽ കാണാത്ത കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് ഈ ഒരു ഹോട്ടൽ റൂമിൻ്റെ അകത്തൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫോണൊക്കെ ആണെങ്കിലും ഒരുപാട് മുൻപാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഫോണൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതൊരു പെൻ ഹോൾഡറാണ്. ഈ പെൻ ഹോൾഡറിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാം, നമ്മളുടെ മുൻപത്തെ കാസറ്റ് ഇല്ലേ, കാസറ്റിൻ്റെ ഷേപ്പിലാണ് അതുള്ളത്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഉള്ളിൽ കാണുമ്പോഴത്തേക്കിനും നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളിലും ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു ചെറിയ ഡിഫറൻസ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഭയങ്കര സർപ്രൈസ്ഡ് ആവും നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളിലും അവരിത്രയും നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഹോട്ടലിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. ഞങ്ങൾ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു 1 ഡേയിലേക്ക് 300 ദിറംസ് പ്ലസ് ആയിരുന്നു അതിൻ്റെ ഒരു റേറ്റ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ഈ ഒരു റൂമിൻ്റെ വെളിയിലുള്ള കാർപ്പറ്റും അതും നമ്മളുടെ ഒരു ഫിലിമിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്ടറും അതിൻ്റെ ഫിലിമിനും ഒക്കെയുള്ള ഒരു കളേഴ്സും അതിൻ്റെ ഒരു ഷേപ്പിലും ഒക്കെയാണ് ആ ഒരു പുറത്ത് കാർപ്പറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിസപ്ഷനിൽ തന്നെ പണ്ടത്തെ കുറേ ടിവികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡോറിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതവിടെയുള്ള ഒരു വാർഡ്രോബിൻ്റെ ഡോറാണ്. ആ ഡോറിലുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പിക്ചറാണ് ആ ഒരു ഡോറിൽ കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ സ്പേഷ്യസ് ആണ് കേട്ടോ. ആ ഒരു വാർഡ്രോബിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരു 1 മന്തിലേക്കൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും, ഇപ്പോൾ 4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഫുൾ സാധനങ്ങൾ വെക്കാനുള്ള നല്ലതുപോലുള്ള ഒരു സ്ഥലമുണ്ട്. പൊതുവേ നമ്മൾക്ക് ഹോട്ടൽസിൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് കാണൽ കുറവാണ്.
ആണ്. ഇത് ലിഫ്റ്റിന്റെ ഉള്ളിലുള്ള മിററാണ്. മിറർ നമ്മൾ പലപ്പോഴും ഇതേപോലത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മിററിലൊക്കെ തന്നെ റൈറ്റിംഗ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറേ റൈറ്റിംഗ്സ് ആണുള്ളത്. റിസപ്ഷൻ ഏരിയയിൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള പഴയ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഹോട്ടലിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ.